ഹല്ലേലൂയ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 118 സങ്കീർത്തനം 17 തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. എന്ത് ധീരതയോടെയാണ് സങ്കീർത്തകൻ ഇത് പ്രഖ്യാപിക്കുന്നത്? ഞാൻ എന്റെ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ശുശ്രൂഷ കൊണ്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അത് ഈശോയോട് നിങ്ങളൊന്ന് പറഞ്ഞേ. എന്നാൽ ഈ ശുശ്രൂഷ വഴി കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരും അവന്റെ ജീവിക്കുന്ന സാക്ഷികളായി തീരുക. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന്റെ ഒരു നവമായ അഭിഷേകം നമ്മളിൽ കത്തിപ്പടർന്നെങ്കിൽ മാത്രമാണ് ഈ തലമുറയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ, യേശുവിന്റെ സാക്ഷികളായി തീരുവാൻ, സുവിശേഷത്തിന്റെ വാഹകരായി നമ്മുടെ ജീവിതങ്ങളെ യഥാർത്ഥ സമർപ്പണത്തിലേക്ക് നയിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധ്യമാകുന്നത്. പ്രിയമുള്ളവരെ, ഈ വലിയ ബോധ്യത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം എല്ലാവരും ഇപ്രകാരം സ്വരമുയർത്തി പ്രാർത്ഥിച്ച്: പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ 10,000ങ്ങളിലേക്ക് വരണമേ, ജനകോടികളിലേക്ക് അങ്ങിറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലഘട്ടത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, സഭയെ നിറയ്ക്കണമേ, ലോകം മുഴുവനെയും നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വലിയൊരു ദാഹത്തോടെ നമ്മളൊന്ന് ആഗ്രഹിച്ചു പാടിയേ: നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ചേർന്ന് പാടാ: പകരണമേ, പകരണമേ. ഈ ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് പകരണമേ. എല്ലാവരും ചേർന്ന് ഉച്ചസ്വരത്തിൽ: നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ചേർന്ന് പാടാ: ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഗ്രഹിച്ച് യേശുവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും അഭിഷേകത്താൽ നിറയ്ക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങൾ കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച് ഒരു നവമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇതുവരെ സുവിശേഷം കേൾക്കാത്ത ജീവിതങ്ങളെ യേശുവിനായി നേടുവാൻ, ദൈവഹിതം തിരിച്ചറിയാത്ത ജീവിതങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഇന്നോളം സുവിശേഷം കേൾക്കാത്ത മാനവരെ നേടിടുവാൻ ഇതുവരെ അവയെ പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. അറിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ആത്മാവേ വരദാനത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. ആദിയിലെ പോലും നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു. പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടുകേ: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പകരുക, പകരുക. ലോകരാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ, ജനപദങ്ങളെ, ജനകോടികളെ യേശുവിനായി നേടുവാൻ, യേശുവിനായി നേടുവാൻ കാലഘട്ടത്തിന് അഭിഷേകം നൽകി ഞങ്ങളെ ഒരുക്കണമേ. ഒരു നവമായ പെന്തക്കോസ്ത് അനുഭവം നൽകണമേ, ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയട്ടെ, നിറയട്ടെ. കരങ്ങളും ഉയർത്തി, കരങ്ങളും ഉയർത്തി വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഒരു പുതിയ അഭിഷേകത്താൽ നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും സഭാ സമൂഹങ്ങളും ദേശങ്ങളും രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും കത്തിജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഇത് അനേകം ജീവിതങ്ങളിൽ കർത്താവിന്റെ അത്ഭുതത്തിന് കരം വെളിപ്പെടുന്നു. അഭിഷേകം ഇറങ്ങി വരുന്നു. ബന്ധനങ്ങൾ തകരുന്നു, കെട്ടുകൾ പൊട്ടുന്നു, ഭാരങ്ങൾ മാറുന്നു, മുഖങ്ങൾ ഒടിയുന്നു, സാത്താൻ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതങ്ങളിൽ നിറയ്ക്കണമേ.
ശക്തി കൊണ്ട് നിറയ്ക്കണമേ, വചനം കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, മഹത്വം കൊണ്ട് നിറയ്ക്കണമേ, അങ്ങനെ തേജസ് കൊണ്ട് നിറയ്ക്കണമേ. ലോർഡ് ഫിൽ ഹോളി സ്പിരിറ്റ്. ഹാല 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 ഹാല. സാക്ഷികളായി മാറുക. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. കുടുംബമായി കർത്താവിനെ സാക്ഷ്യം വഹിക്കുക ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറേണ്ടതിനെ കുറിച്ചാണ്. സാക്ഷികളായി തീരുക ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ്. സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, ശുശ്രൂഷകൾ കൊണ്ടല്ല ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കേണ്ടത്. ദൈവം അത്ഭുതകരമായി ഇടപെട്ട് ഒരു വ്യക്തിക്ക് നൽകിയ വിടുതലിലൂടെ, സൗഖ്യത്തിലൂടെ ആ വ്യക്തിയെ എപ്രകാരം കർത്താവ് തന്റെ സാക്ഷിയാക്കി മാറ്റി എന്നതാണ് ഇന്നേ ദിവസം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു നൽകുന്നത്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ വചനം പ്രഖ്യാപിക്കുകയാണ്: നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഇന്ന് ദൈവം നമ്മോട് ഓരോരുത്തരോടുമാണ് ഇത് സംസാരിക്കുന്നത്. ഇന്ന് അനേകരുടെ പ്രശ്നം ഇതാണ്. കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ അനേകര് പിന്തിരിഞ്ഞു പോവുകയാണ്. അതിന്റെ കാരണങ്ങൾ എന്താ? പലപ്പോഴും കർത്താവിനെ കുറിച്ച് സാക്ഷ്യം നൽകുമ്പോൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എന്റെ ബന്ധുക്കള്, എന്റെ കൂടെ നിൽക്കുന്നവര്, എന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നവര്, എന്റെ സുഹൃത്തുക്കള്, എന്റെ അധികാരികള്, ഈ ലോകം എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അനേക സാക്ഷ്യ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളൊന്ന് പറയട്ടെ, എന്തിനാണ് ദൈവം നമുക്കെല്ലാം തന്നത്? ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കുമായി തന്നു. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് തന്നത്? സുന്ദരമായ വീട്, ആരോഗ്യമുള്ള ശരീരം, സമർത്ഥരായ മക്കള്, മിടുമിടുക്കിയായ ജീവിത പങ്കാളി, നല്ല വിദ്യാഭ്യാസം, സുഖ സൗകര്യങ്ങള്, നല്ല തൊഴില്, നല്ല ബിസിനസ്, ഇതെല്ലാം ഒരുപാട് ദൈവം നമുക്ക് തന്നു. ഇനി നമുക്ക് തരാത്തതായിട്ട് എന്താ ഉള്ളത്? പലപ്പോഴും അനേകര് ഇങ്ങനെ പറയും ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം അത് നൽകി എന്നെ അനുഗ്രഹിച്ചു, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, എനിക്ക് സൗഖ്യം നൽകി. ഇതുപോലുള്ള സാക്ഷ്യങ്ങള്, സൗഖ്യ അനുഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഇതെല്ലാം എന്തിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? മറ്റൊന്നിനു വേണ്ടിയല്ല. നമ്മൾ വ്യക്തിപരമായി ഇതെല്ലാം അനുഭവിച്ചിരിക്കാനല്ല. ഈ സമ്പത്ത് എന്തിനാ തരുന്നത്? ഈ ആരോഗ്യം എന്തിനാ തന്നത്? ഇത്രയും നല്ല ശമ്പളമുള്ള ജോലി എന്തിനാ തന്നത്? ഇത്രയും നല്ല വരുമാനമുള്ള ബിസിനസ് എന്തിനാ തന്നത്? നമ്മൾ വ്യക്തിപരമായി ഇത് അനുഭവിച്ചിരിക്കാനല്ല. ദൈവത്തിന് അതിന്റെ പുറകിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താ? നമ്മൾ ഓരോരുത്തരും അവന്റെ സാക്ഷികളായി തീരുവാൻ. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാണ് ദൈവം ഇതെല്ലാം നൽകുന്നത്. പക്ഷെ ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ദൈവം വ്യക്തിപരമായി നമുക്കിതെല്ലാം നൽകി കഴിയുമ്പോൾ നമ്മൾ മാത്രം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് അനേകർക്ക് പകർന്നു കൊടുക്കുവാനോ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികള്, നന്മകള് അനേകരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുവാനോ ഇന്ന് സാധിക്കാതെ വരുന്നു. സ്റ്റാറ്റസിന് പേരും പറഞ്ഞ്, വിദ്യാഭ്യാസത്തിന് പേരും പറഞ്ഞ്, കുടുംബ പാരമ്പര്യത്തിന് പേരും പറഞ്ഞ് അനേകർ അതിൽ നിന്ന് പിന്മാറിപ്പോവുകയാണ്. ഇന്ന് കർത്താവിന്റെ ഹൃദയത്തിന്റെ വലിയൊരു വേദനയാണിത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മോനെ തിമോത്തിയോസേ, കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്നതിൽ നീ ലജ്ജിതനാകരുത്. ഇത് നമുക്കുള്ള മെസ്സേജാണ്. മാർക്കോസിന്റെ സുവിശേഷം, അവിടെ
4-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ കാണാൻ പറ്റും 35-36 തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഈ തിരുവചന ഭാഗങ്ങൾ പിന്നീട് നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ പറ്റും എന്തിനാണ് യേശു ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞത്. സുബോധം നഷ്ടപ്പെട്ട് ലെഗിയോൺ ബാധിച്ച ഒരു മനുഷ്യനെ അത്ഭുത വിടുതൽ കൊടുത്ത് ക്രിസ്തുവിന്റെ സാക്ഷിയാക്കി മാറ്റുവാനാണ് യേശു ശിഷ്യന്മാരെയും കൂട്ടി അക്കരയ്ക്ക് പോയത്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എല്ലാവർക്കും പേടി സ്വപ്നമായിരുന്ന, എല്ലാവരാലും വെറുക്കപ്പെട്ട, എല്ലാവരും അവഗണിക്കപ്പെട്ട ആ മനുഷ്യന്റെ മേൽ കർത്താവിന്റെ കരുണ കടന്നു വരികയാ. എന്ന് പറഞ്ഞാൽ ഓരോ ആത്മാവും ദൈവത്തിന് അത്രമാത്രം വിലപ്പെട്ടതാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മൾ മറക്കരുത്, മനുഷ്യാത്മാവിന്റെ മഹത്വം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. മാർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 1-ാം വചനത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും, യേശു ഗനേസരുടെ നാട്ടിൽ കാലുകുത്തി. ശവക്കല്ലറകളിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ, പിശാചബാധിതൻ, അവൻ യേശുവിന്റെ എതിരെ വന്ന് വിളിച്ചു കൂവുക. അവന്റെ കൈകളും കാലുകളും ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. അവൻ ആ ദേശത്തിന്റെ പേടി സ്വപ്നമായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനെ യേശുവിന്റെ അടുത്തേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, വചനം പറയുന്നു, യേശുവിനെ കണ്ട മാത്രയിൽ ഈ പിശാചബാധിതൻ വിളിച്ചു പറഞ്ഞു. 7-ാമത്തെ തിരുവചനം, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? 8-ാം വചനത്തിൽ കാണുവാൻ കഴിയുന്നു, യേശു ആ മനുഷ്യനിൽ ആവസിച്ചിരുന്ന അശുദ്ധാത്മാവിനോട് കൽപ്പിച്ചു, അശുദ്ധാത്മാവേ ഈ മനുഷ്യനിൽ നിന്ന് പുറത്തു വരിക. ഓരോ ജീവിതങ്ങൾ കർത്താവ് കൊടുക്കുന്ന വില ഇതെന്തിനു വേണ്ടിയാ? നമ്മൾ അവന്റെ സാക്ഷികളാകുവാൻ. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നോട് പറയുന്നു, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകര് സൗഖ്യങ്ങൾ പ്രാപിച്ച അനേകരുണ്ട്. ധ്യാനങ്ങളിലൂടെ കൺവെൻഷനിൽ പങ്കെടുത്ത് അനേകം സൗഖ്യങ്ങൾ സ്വീകരിച്ച വ്യക്തികളുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ സൗഖ്യം സ്വീകരിച്ചെങ്കിൽ അത് നിങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കാനല്ല. ഇതുപോലെ വേദനിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന അനേകം രോഗികളുണ്ട്. അവരുടെ മുൻപിൽ നിങ്ങൾ സാക്ഷികളായി മാറണം. യഥാർത്ഥ പ്രത്യാശയിലേക്കും സൗഖ്യ അനുഭവത്തിലേക്കും നയിക്കുവാനാ കർത്താവ് ഇന്ന് നിനക്കൊരു സൗഖ്യം തന്നിരിക്കുന്നത്. സാമ്പത്തികമായി തകർന്ന വ്യക്തികള് അത്ഭുതകരമതയും ഇടപെട്ട ആ സാമ്പത്തിക തകർച്ച മാറ്റി അവരെ അനുഗ്രഹിച്ച് എന്തിനു വേണ്ടിയിട്ടാ? ഇതുപോലെ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അനേകർക്ക് നിങ്ങൾ സാക്ഷിയായിട്ട് മാറാൻ. മക്കളില്ലാത്ത ദമ്പതികള് വർഷങ്ങളായി പ്രാർത്ഥിച്ചും വിശ്വസിച്ചും ദൈവം അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ച് എന്തിനു വേണ്ടിയിട്ടാ? ആ കുഞ്ഞുങ്ങളുമായി നിങ്ങൾ ഇങ്ങനെ കളിച്ചു രസിച്ചിരിക്കാനല്ല. ഇതുപോലെ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന അനേകം ദമ്പതിമാർ പുറത്തു നിൽപ്പുണ്ട്. പ്രിയ സഹോദര സഹോദരി, അവർക്കും നീ ഒരു സാക്ഷിയായി തീരാനാ. അപ്പൊ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ അനേകർക്ക് ഇത് പകർന്നു കൊടുക്കുവാനാ. അല്ലാതെ വ്യക്തിപരമായി നമ്മൾ ഇത് അനുഭവിച്ചിങ്ങനെ സ്വന്തമാക്കി ഇരിക്കാനല്ല. അത് മറന്നുപോരുത്. ഇന്നത്തെ വലിയൊരു പ്രശ്നം ഇതാ. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിന് സഭയ്ക്ക് പലപ്പോഴും ഒരു വളർച്ച വരാതെ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ പിശാച് ബാധിതർക്കാണ് അപേക്ഷിച്ച് ഞങ്ങൾ ഉപദ്രവിക്കരുത്. ആ സമയത്ത് ആ മലഞ്ചെരുവുകളിൽ കുറെ പന്നികൾ മേഞ്ഞുകൊണ്ടിരുന്നു. ആ പിശാചുകളെല്ലാം പറഞ്ഞു, ഞങ്ങളെ ആ പന്നികളിലേക്ക് പറഞ്ഞു വിടണമേ. അവറ്റകളുടെ അപേക്ഷ സ്വീകരിച്ച് യേശു അത് അനുവദിച്ചു. ഈ പന്നികളുടെ ഉള്ളിൽ ഈ പിശാചുകൾ കയറിയപ്പോൾ എന്താ ഉണ്ടായത്? വചനം പറയുന്നു, 13-ാമത്തെ തിരുവചനം, പന്നികളെല്ലാം കിഴക്കാം തൂക്കായ തീരത്തോടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഉള്ളവരെ വിവരമറിയിച്ചു. ഈ സമയത്ത് അവർ കണ്ട കാഴ്ച എന്താണെന്നറിയാം? 15-ാമത്തെ വാക്യം, അവർ യേശുവിന്റെ അടുത്തെത്തിയപ്പോൾ ലേഗ്യോൻ ആവസിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നതായി അവർ കണ്ടു. അവർ ഭയപ്പെട്ടു. ഹല്ലേലൂയ. പിശാച് ബാധിതന് അത്ഭുത വിടുതലുണ്ടായി, അത്ഭുത സൗഖ്യമുണ്ടായി. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എന്തുമാത്രം വലിയ ഒരു ദൈവ പ്രവൃത്തിയാണ് യേശു ക്രിസ്തു ആ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു അത്ഭുതമായിട്ടൊന്നും തോന്നുകയില്ല. കാരണം ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ കണ്ടവരും അനുഭവിച്ചവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഈ കൂടി വന്ന മനുഷ്യരെന്താ ചെയ്യേണ്ടത്? അവർ ദൈവത്തിന് നന്ദി പറയേണ്ടവരാ. അവർക്ക് ദൈവവുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട്
ആ പിശാചുബാധയുണ്ടായ വിടുതലോ സൗഖ്യമൊന്നും അവർക്കൊരു വിഷയമല്ല. അവരുടെ വിഷയം, ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടല്ലോ, ഞങ്ങളെ പന്നികൾ ഞങ്ങൾ നശിച്ചു പോയല്ലോ, ഇതിനെയോർത്തുള്ള വേദനയായിരുന്നു. അവരെന്താ ചെയ്തെന്നറിയോ? വചനം പറയുക, 17-ാമത്തെ വാക്യം, തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. ഈ പിശാച് ബാധിതനുണ്ടായതുപോലെയുള്ള സൗഖ്യവും അനുഗ്രഹവും വിടുതലെല്ലാം സ്വന്തമാക്കുവാൻ ദൈവം ഇവർക്ക് അവസരം കൊടുത്തതാ. പക്ഷേ ഭൗതികതയിൽ അഹങ്കരിച്ചിരുന്ന ആ ദേശത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, യേശുവേ, നീ ഞങ്ങളെ വിട്ടു പോ. ഇന്ന് അനേകർ ഇതുപോലെയുണ്ട്. കർത്താവിന് അവർക്ക് വേണ്ട, കർത്താവ് നൽകുന്ന അഭിഷേകം അവർക്ക് വേണ്ട, കർത്താവിന്റെ സ്നേഹം അവർക്ക് വേണ്ട. അവർക്ക് വലുത് ബിസിനസ്സാണ്, അവർക്ക് വലുത് ജോലിയാണ്, അവർക്ക് വലുത് ഈ ലോകമാണ്, അവർക്ക് വലുത് ഈ ലോകത്തിന്റെ കാര്യങ്ങളാണ്. പ്രിയമുള്ളവർ, ഇവിടെ എന്താ സംഭവിച്ചത്? എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ യേശു വഞ്ചിൽ കയറാൻ തുടങ്ങിയപ്പോൾ ഈ അത്ഭുത വിടുതൽ ലഭ്യമായ മനുഷ്യൻ യേശുവിനടുത്ത് വന്ന് പറഞ്ഞു, കർത്താവേ, എന്നെയും കൂടെ കൂട്ടണമേ, എന്നെയും നിന്റെ ടീമിൽ ചേർത്തണമേ. ആ മനുഷ്യൻ അപേക്ഷിച്ചു. എന്നാൽ യേശു അവനോടൊരു കാര്യം പറഞ്ഞു. ഇതാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെ നോക്കി യേശു ക്രിസ്തു വിളിച്ചു പറയുന്നത്. എന്താ യേശു പറഞ്ഞത്? 19-ാമത്തെ വാക്യം, യേശു പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും നീ അവരെ അറിയിക്കുക. ഹല്ലേലൂയ! ഇത് തന്നെയാണ് ഇന്ന് ദൈവം നമ്മോടും പറയുന്നത്. നീ നിന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, നീ നിന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോവുക, നീ നിന്റെ ജോലി സ്ഥലത്ത് പോവുക, നീ നിന്റെ ഓഫീസിൽ പോവുക, നിന്റെ കോളേജിലോട്ട് നീ കടന്നു ചെല്ലുക, നിന്റെ തൊഴിൽ സ്ഥലത്തിലേക്ക് നീ കടന്നു ചെല്ലുക, നിന്റെ ശുശ്രൂഷ വേദികളിലേക്ക് നീ കടന്നു ചെല്ലുക, നിന്റെ അധികാരികൾ മുൻപിലേക്ക് നീ കടന്നു ചെല്ലുക. ദൈവം നിനക്ക് വേണ്ടി എപ്രകാരം പ്രവർത്തിച്ചുവെന്നും അവൻ നിന്നോട് എങ്ങനെ കരുണ കാണിച്ചുവെന്നും നീ അവരെ അറിയിക്കുക. ഇതാണ് സാക്ഷി ജീവിതം ദൈവമക്കളെ, ഇതാണ് ഇവാഞ്ചലൈസേഷൻ, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇന്ന് എനിക്ക് നിങ്ങൾക്കും പറ്റുന്ന വിഷയം, നമ്മൾ ഇതൊക്കെ സ്വന്തമാക്കി വ്യക്തിപരമായി നമ്മൾ നന്ദിയും പറഞ്ഞ് പാട്ടും പാടി സ്തോത്രം പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുക. മറ്റുള്ള അനേകർക്ക് ഇത് പങ്കുവെച്ച് കൊടുക്കുന്നില്ല. എനിക്കെന്തായാലും സൗഖ്യം കിട്ടിയല്ലോ, നല്ല കാര്യം. എനിക്കെന്തായാലും അനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയല്ലോ, നല്ല കാര്യം. എനിക്കെന്തായാലും ഒരു വിടുതൽ കിട്ടിയല്ലോ, നല്ല കാര്യം. എന്തുകൊണ്ട് ഇത് അനേകരെ പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല? എന്തുകൊണ്ട് അനേകരിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നില്ല? ഈ പിശാചുബാധയുടെ യേശു പറഞ്ഞു, നീ പ്രഘോഷിക്ക്, നീ അവരറിയിക്ക്, നീ എന്റെ സാക്ഷിയാക്. കർത്താവിന്റെ സ്വരം ഈ മനുഷ്യൻ അനുസരിക്കുകയാണ്. 20-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കോപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവൻ സാക്ഷിയായിട്ട് മാറുക. ഏതാനും മിനിറ്റുകൾ മുമ്പ് വരെ അവൻ സുബോധം നഷ്ടപ്പെട്ടവനായിരുന്നു. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അത് അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. പിശാചുബാധിതൻ ഇതാ വചനപ്രഘോഷകനാവുകയാണ്. സുബോധം നഷ്ടപ്പെട്ടവൻ ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുകയാണ്. എന്തൊരു രൂപാന്തരീകരണം! ഇത് ചെയ്യുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ വചനം പങ്കുവെക്കുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവ് 15-ാമത്തെ വയസ്സിൽ, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തി. ആ രൂപാന്തരീകരണം അവൻ എനിക്ക് തന്നതുകൊണ്ട് ഇന്ന് അവന്റെ സാക്ഷിയായി മാറുന്നത്. ഇന്ന് അനേകരോട് ഈ വചനം പങ്കുവെക്കുന്നതിന് കാരണം യേശു എന്നെ രൂപാന്തരപ്പെടുത്തിയതുകൊണ്ട്. ഇതെന്റെ മേന്മ കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, ശ്രേഷ്ഠത കൊണ്ടല്ല. പ്രിയ ദൈവമക്കൾ, ഇതുപോലെ അനേകം ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്തിയ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഈശോ പറയാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് നീ പ്രഘോഷിക്കേ. എന്താ ഉണ്ടായെന്നറിയോ? ഇത് വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ഒരു പട്ടണം മുഴുവൻ മാനസാന്തരത്തിലേക്ക് വരികയാണ്. ഒരു മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആ ദേശം മുഴുവൻ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഇതുപോലത്തെ അഭിഷേകം ഞാൻ നിങ്ങളെ സ്വന്തമാക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം തിരുവചനത്തോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. അവർ കടൽ കടന്ന്, യേശു ശിഷ്യന്മാരും കടൽ കടന്ന് ഗനേസരുടെ നാട്ടിലെത്തി വഞ്ചിക്കരക്കടിപ്പിച്ചു. വചനം പറയുന്നു, ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. യേശു ക്രിസ്തുവിനെ ആ ദേശത്തിലെ മനുഷ്യരെല്ലാം തിരിച്ചറിഞ്ഞു.
അവരെന്താ ചെയ്തെന്നറിയോ? അവർ പറഞ്ഞ തങ്ങളെ വിട്ടു പോകാനല്ല പറഞ്ഞത്, വീണ്ടും ഞങ്ങളെ ശല്യം ചെയ്യാനായി, ഞങ്ങൾ ഉപദ്രവിക്കാനായി എന്തുകൊണ്ട് യേശുവേ നീ വന്നു എന്നല്ല പറഞ്ഞത്. 55-ാം വചനത്തിൽ പറയാ, അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവന്റെ വസ്ത്രത്തിന് വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടുകാർക്ക് എന്താ പറ്റിയത്? യേശുവിനെ തള്ളിക്കളഞ്ഞ, യേശുവെ ഞങ്ങളെ വിട്ടുപോ എന്ന് പറഞ്ഞ് യേശുവിനെ തിരസ്കരിച്ച ഈ ജനത്തിന് എന്തു പറ്റി? ആ പിശാചു ബാധിതന്റെ സാക്ഷ്യ ജീവിതം. അവൻ തനിക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തിച്ചുവെന്ന് എനിക്ക് ഉറപ്പാ. വീടാന്തരം കയറി ഇറങ്ങി നടന്ന് പറഞ്ഞു കാണും, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കാണും, യുവജനങ്ങളോട് പറഞ്ഞു കാണും. അവിടുത്തെ മനുഷ്യരെ ഭൗതികതയിൽ സന്തോഷിച്ചിരുന്നവരാ, ലോകത്തിന് സ്വാധീനത്തിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ അവരോടെല്ലാം ചെന്ന് പറഞ്ഞു കാണും തനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ. ഇതെല്ലാം കേട്ടുകഴിഞ്ഞു. എന്താ ഉണ്ടായേ? ആ ദേശം മാനസാന്തരത്തിലേക്ക് വരാൻ തുടങ്ങി. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 39-ാം വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. പ്രിയ ദൈവമക്കളെ, ഈ ഒരു ദൗത്യമാണ് സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കുമായി നൽകുന്നത്. ഇത്രമാത്രം അനുഗ്രഹങ്ങളും നന്മകളും സൗഖ്യവും വലിയ ദൈവിക ഇടപെടലുകളെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇതാണ്. നമ്മൾ അവന്റെ സാക്ഷികളായി അനേകരെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകം നമ്മുടെ മേൽ കർത്താവ് അയക്കാൻ പോവുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും ഈ ഒരു ശുശ്രൂഷയ്ക്കായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യ കുഞ്ഞാടിൻ സ്നേഹത്തിൻ രൂപം, രൂപഭാവങ്ങൾ മാറ്റുന്ന സ്നേഹം, പാവനമാത്മാവിൽ മന്നയായി മാറും തിരുവോസ്തിരൂപന്റെ സ്നേഹം. പരമപരിശുദ്ധനായ ദൈവം തിരുവോസ്തിരൂപനായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിന്റെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. തിരുവചനത്തിലൂടെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും സാക്ഷികളായി തീരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സാധിക്കുന്ന എല്ലാവരും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി വലിയ ദാഹത്തോടെ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുക. സ്വർഗം ഇറങ്ങി വരുന്ന സമയമാണ്. കർത്താവേ, ഈ സമയം നിന്റെ മുൻപിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ അഭിഷേകത്തിന്റെ കരങ്ങൾ നീട്ടി ഓരോ ജീവിതങ്ങളും അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ തിരുനാമത്തെ ഉയർത്തുന്ന സാക്ഷികളായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വരണമേ, യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ദാഹിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടുന്ന സമയം, അഭിഷേകം ഇറങ്ങി വരുന്ന സമയം ഇതാ അനേകം ആയിരങ്ങളെ കർത്താവ് ഉണർത്തുന്നു. കുഞ്ഞുങ്ങളിലേക്ക്, യുവജനങ്ങളിലേക്ക്, ദമ്പതികളിലേക്ക്, ബഹുമാനപ്പെട്ട സമർപ്പിതരിലേക്ക്, വൈദികരിലേക്ക് എല്ലാം ഇത് ഉന്നതമായ അഭിഷേകം ഒഴുകപ്പെടുന്നു. ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം, ആശീർവദിക്കുന്ന സമയം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. നമ്മൾ കേട്ട സകല ദൈവവചനവും നമ്മളിൽ അഭിഷേകമായി പടരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ. ഞങ്ങൾ ഇടവക സമൂഹത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ എവിടെയും തിരുനാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് വേണ്ടി നിൽക്കുവാൻ ഓരോ മക്കളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആത്മാവേ നന്ദി, ആത്മാവേ സ്തുതി.
സഭ നിത്യ പെന്തക്കോസ്തയ്ക്കായി ദാഹിക്കുകയാണ്. പെന്തക്കോസ്തയുടെ അനുഭവം എന്ന് പറയുന്നത് ശക്തിയുടെ അനുഭവമാണ്. ആഗോള സഭ